കേരളത്തിലെ കൊച്ചിക്ക് സമീപം നാഷണൽ ഹൈവേ 66-ൽ പാലാരിവട്ടം ബൈപ്പാസ് റോഡുണ്ട്. ബൈപ്പാസ് ആണെങ്കിൽ കൂടിയും ആളുകൾ കൂടുതലായി നടക്കുകയും നിരവധി കടകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. അവിടെ നിന്ന് 2021 നവംബർ 1-ാം തീയതി പുലർച്ചെ ഒരു 1:30 ഒരു വ്യക്തി അതീവ ഭയത്തോടുകൂടി പോലീസിനെ വിളിച്ചറിയിച്ചു. NH66-ൽ ഒരു കാർ അപകടത്തിൽപ്പെട്ട് മരത്തിൽ ഇടിച്ചുവെന്ന്. ആ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും അയാൾ പറഞ്ഞു. വിവരം അറിയിച്ച ശേഷം ആ വ്യക്തി ഫോൺ കട്ട് ചെയ്തു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് ആ സംഭവ സ്ഥലത്തെത്തി. അവർ കണ്ട കാഴ്ച അതീവ ഭീകരമായിരുന്നു. മരത്തിൽ ഇടിച്ചതിന് ശേഷം ആ കാർ തകർന്ന് തകിടുപോലെ പൂർണ്ണമായും ചതഞ്ഞിരുന്നു. കാറിനുള്ളിലുണ്ടായിരുന്നവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ആ പ്രദേശം പോലീസിന്റെ നിയന്ത്രണത്തിലാക്കി. പരിശോധനയ്ക്കിടെ കാറിൽ നിന്നും കുറച്ചകലെ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കാർ അതിവേഗത്തിൽ വന്ന് മരത്തിൽ ഇടിച്ചപ്പോൾ പിന്നിലെ വാതിൽ തകർന്ന് അത് തുറന്നു. അങ്ങനെ പിന്നിലെ ആ സീറ്റിലെ സ്ത്രീ പുറത്തേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. റോഡിൽ തല ഇടിച്ചതിനെ തുടർന്ന് ഗുരുതര പരിക്കുണ്ടായിരുന്നു. അതീവ രക്തസ്രാവം ഉണ്ടായി. സംഭവ സ്ഥലത്ത് തന്നെ ആ സ്ത്രീ മരിക്കുകയും ചെയ്തു. പിന്നീട് കാറിനുള്ളിൽ പരിശോധിച്ചപ്പോൾ 3 പേർ അതിനുള്ളിലുണ്ടായിരുന്നു. പിന്നിലെ സീറ്റിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അതിനാൽ അവർ മുന്നിലേക്ക് തെറിച്ച് ഡ്രൈവർ സീറ്റിൽ കുടുങ്ങി. അവരും ഇതിനകം മരണപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. ഡ്രൈവറുടെ ഭാഗത്ത് എയർ ബാഗ് തുറന്നിരുന്നു. അയാളും ബോധരഹിതനായിരുന്നു. പക്ഷേ എയർ ബാഗ് കാരണം അത്ഭുതകരമായി അയാൾക്ക് ജീവൻ രക്ഷപ്പെട്ടു. അടുത്ത പാസഞ്ചർ സീറ്റിലെ വ്യക്തി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ അയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ജീവൻ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാർ പൂർണ്ണമായും തകർന്നതിനാൽ ആളുകളെ പുറത്തെടുക്കുന്നത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അതുവഴി പോകുന്ന പൊതുജനങ്ങൾ സഹായത്തിനായി എത്തി. അവരുടെ സഹായത്തോടെ ആ കാറിന്റെ വാതിലുകൾ തകർത്ത് പരിക്കേറ്റവരെ പുറത്തേക്കെടുത്തു. ജീവനോടെ ഉണ്ടായിരുന്ന 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ഇരുവരും ICUവിൽ ചികിത്സയിലാണ്. തുടർന്ന് പോലീസ് ആ ക്രൈം സീൻ പരിശോധിക്കുമ്പോൾ മരത്തിൽ ഇടിച്ച സ്ഥലത്തിന് സമീപം ഒരു സ്കൂട്ടർ കണ്ടെത്തി. കാറും ബൈക്കും തമ്മിൽ നേരിട്ട് കൂട്ടിമുട്ടിയിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തൊട്ടടുത്തുള്ള ഒരു കാട്ടുപുല്ലിൽ നിന്നും പരിക്കേറ്റ നിലയിൽ ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. ശരീരമാകെ പരിക്കുണ്ടായിരുന്നു. ആ വ്യക്തി പറഞ്ഞത്, സർ, ഞാനാണ് ആ ബൈക്ക് ഓടിച്ചിരുന്നത്. കാറിലുണ്ടായിരുന്നവർ എന്നെ ഇടിച്ച് തെറിപ്പിച്ചു. എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. ഇപ്പം എന്തൊക്കെയോ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അയാളുടെ ശരീരത്തിൽ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നെങ്കിലും അയാൾ വ്യക്തമായി സംസാരിക്കുന്ന നിലയിലായിരുന്നു. സംഭവിച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, അയാൾ റോഡിൻ്റെ വശത്തുകൂടി തനിക്കുള്ള ലൈനിലൂടെ ബൈക്ക് ഓടിക്കുകയായിരുന്നു. കാർ നിയന്ത്രണം വിട്ട് തന്നെ ഇടിച്ചുവെന്നും കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് തോന്നുന്നതായും അയാൾ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ അയാളെയും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ശേഷം ഈ കാറിൽ മരിച്ച 2 സ്ത്രീകളുടെയും തിരിച്ചറിയൽ പരിശോധനയാണ്. പരിശോധനയിൽ പോലീസ് ഞെട്ടിപ്പോയി. ആ 2 പേരും പ്രശസ്ത മോഡലുകളായിരുന്നു. അവരിൽ ഒരാളുടെ പേര് അൻസി കബീർ. 2019-ൽ അവർ മിസ് കേരളായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അൻസി കബീർ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സ്വദേശിനിയായിരുന്നു. അപകടത്തിൽ മരിച്ച 2ാമത്തെ വ്യക്തിയുടെ പേര് അഞ്ജന. അവരും ഒരു മോഡലായിരുന്നു. 2009-ലെ മിസ് കേരള മത്സരത്തിൽ അവർ റണ്ണറപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇവർ ഇരുവരും മിസ് കേരള മത്സരത്തിലൂടെ നിരവധി മോഡലിംഗ് അവസരങ്ങൾ ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തവും തിരക്കേറിയതുമായ മോഡലുകളായി മാറി. കേരളത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ 2 പേരെയും പരിചയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം സെലിബ്രിറ്റികളായ ഈ 2 യുവതികൾ അപകടത്തിൽ മരിച്ചതോടെ ഈ ഒരു കേസ് വളരെ ഗൗരവമായി മാറി. സാധാരണയായി തന്നെ അപകടമുണ്ടായാൽ ആളുകൾ ആ സ്ഥലത്ത് കൂട്ടം കൂടും. അതിനു പുറമെ ഒരു സെലിബ്രിറ്റി മരിച്ചതാണ് എന്ന വാർത്ത വന്നതോടെ ജനക്കൂട്ടം ഇരട്ടിയായി. രാത്രി കഴിഞ്ഞ് പുലർച്ചെയായിട്ടും അപകടത്തിൽപ്പെട്ട ആ കാറ് കാണാൻ നിരവധി ആളുകൾ സ്ഥലത്തെത്തി. ഒരു പ്രദർശന സ്ഥലം പോലെ. കാർ എവിടെയാണ് ഇടിച്ചത്, എത്ര ഭീകരമായ അപകടമായിരുന്നു എന്നിങ്ങനെ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. മിസ് കേരള മത്സരാർത്ഥികളാണ് മരിച്ചത് എന്ന വാർത്ത പൊതുസമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചു. അങ്ങനെ ഈ കേസ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറി. ഇതിനിടെ പോലീസ് ഈ മരിച്ച 2 യുവതികളുടെ കുടുംബങ്ങളെയും വിവരമറിയിക്കാൻ ശ്രമിച്ചു. അൻസി കബീറിന്റെ അമ്മയെ വിവരമറിയിക്കാനായി 2 പോലീസ് ഉദ്യോഗസ്ഥർ ആറ്റിങ്ങലിലെ ആ വീട്ടിലെത്തി. ആ വീടിന്റെ വാതിൽ പല തവണ കൊട്ടിയിട്ടും വാതിൽ തുറന്നില്ല. അൻസിയുടെ പിതാവ് ദുബായിൽ ജോലി ചെയ്യുകയാണ്. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്.
ഇപ്പോൾ ഒരുപാട് സമയമായി വാതിൽ മുട്ടിയിട്ടും കതക് തുറക്കാത്തത് കൊണ്ട് പോലീസിന് എന്തോ ഒരു സംശയം തോന്നി. എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാമോ? അങ്ങനെ വാതിൽ തകർത്ത് അകത്തേക്ക് കടന്നപ്പോൾ അഞ്ജയുടെ അമ്മ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ് കിടക്കുന്നതായിരുന്നു കണ്ടത്. വീട്ടിൽ TV ഓണായിരുന്നു. ഒരു ന്യൂസ് ചാനൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പോലീസിന് കാര്യം വ്യക്തമായി. TV-യിൽ മകളുടെ അപകട വാർത്ത കണ്ടതിൻ്റെ ആഘാതത്തിലാണ് അവർക്ക് ബോധം നഷ്ടപ്പെട്ടത് എന്ന്. ഉടനെ അവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷം അഞ്ജനയുടെ കുടുംബത്തെയും പോലീസ് അറിയിച്ചു. ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ മക്കളുടെ മൃതദേഹം കാണാൻ ആശുപത്രിയിലേക്കും എത്തി. അതേസമയം ICUവിൽ ചികിത്സയിലായിരുന്ന ഡ്രൈവറെയും മുൻ സീറ്റിലുണ്ടായിരുന്ന യാത്രക്കാരനെയും പോലീസ് വിശദമായി പരിശോധിച്ചു. പ്രധാനമായും ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന്. പരിശോധനയിൽ കണ്ടെത്തിയത് ഡ്രൈവറുടെ ശരീരത്തിൽ 153 മില്ലിഗ്രാം ആൽക്കഹോൾ ഉണ്ടായിരുന്നു. അത് നിയമപരമായി പരിധിയേക്കാൾ വളരെ കൂടുതലാണ്. ഈ അവസ്ഥയിൽ വാഹനം ഓടിച്ചാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിച്ചുവെന്ന് മനസ്സിലായി. അങ്ങനെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ അപകടം സംഭവിച്ചുവെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. മുൻ സീറ്റിലുണ്ടായിരുന്ന യാത്രക്കാരനെയും പരിശോധിച്ചപ്പോൾ അയാളും മദ്യപിച്ച നിലയിലായിരുന്നുവെന്ന് കണ്ടെത്തി. ഇതോടെ പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: മരിച്ച 2 യുവതികൾ അപകടത്തിന് കാരണക്കാരല്ല. എന്നാൽ കുടുംബം വളരെ ശക്തമായി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ ഒരിക്കലും മദ്യപിക്കാറില്ല എന്ന്. കൂടാതെ ജനങ്ങൾക്കിടയിൽ മറ്റൊരു തരത്തിലുള്ള അഭ്യൂഹവും പടരാൻ തുടങ്ങി. സെലിബ്രിറ്റികളായതിനാൽ പാർട്ടികളിൽ പങ്കെടുക്കാറുണ്ടാകാം, ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകാം, പാർട്ടിയിൽ നിന്നും മടങ്ങി വരുമ്പോഴാണ് ഈ ഒരു അപകടവും സംഭവിച്ചത് എന്ന് വലിയ രീതിയിൽ ഗോസിപ്പുകൾ വ്യാപകമായി. പക്ഷേ മരിച്ചവരുടെ ശരീര പരിശോധന കഴിഞ്ഞാൽ മാത്രമേ അവർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാനും സാധിക്കൂ. പക്ഷെ അവിടെ ഒരു കാര്യം മാത്രം വ്യക്തമാണ്: ഡ്രൈവർ നല്ല മദ്യലഹരിയിലായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്നയാളും പറഞ്ഞത് ഇതുതന്നെയാണ്, വാഹനം ഓടിച്ചിരുന്നവർ മദ്യപിച്ചിരുന്നു എന്ന്. മെഡിക്കൽ റിപ്പോർട്ടുകളും ഇതൊക്കെ പൂർണ്ണമായും ശരിവച്ചു. എന്നാൽ ഡ്രൈവർക്ക് ബോധം വീണ്ടും കിട്ടുമ്പോൾ മാത്രമേ യഥാർത്ഥ സംഭവം എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയും. സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അപകട കേസായി രജിസ്റ്റർ ചെയ്ത് അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷേ ഡ്രൈവർ മദ്യപിച്ച നിലയിൽ മനുഷ്യർക്ക് മരിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയാൽ അത് വെറും അപകടം അല്ല, അതൊരു കൊലപാതക കേസായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഒരു കേസിനെ മർഡർ കേസായി പരിഗണിച്ചു. ഡ്രൈവറാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പോലീസ് കരുതി. അങ്ങനെ ഇവരെ ആശുപത്രിയിൽ പ്രവേശിച്ച് 2 ദിവസത്തിന് ശേഷം കോ പാസഞ്ചർ, അതായത് ഡ്രൈവർ സീറ്റിന് തൊട്ടടുത്തിരുന്ന വ്യക്തി, തൃശൂർ സ്വദേശിയായ മുഹമ്മദ് ആഷിഖ് മരണപ്പെട്ടു. ഇതോടെ ഡ്രൈവർ ഒഴികെ കാറിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു. അടുത്ത ഡ്രൈവർക്ക് ബോധം വീണ്ടും കിട്ടുന്നത് വരെ പോലീസ് കാത്തിരിക്കാൻ തുടങ്ങി. അവസാനം 2-3 ദിവസത്തിന് ശേഷം ഡ്രൈവർ ബോധം വീണ്ടെടുത്തു. അതിശയകരമായി അയാൾക്ക് വ്യക്തമായി സംസാരിക്കാനും കഴിഞ്ഞു. പോലീസ് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ പറഞ്ഞ കഥ എല്ലാവരെയും ഞെട്ടിപ്പിച്ചത്. ഇതൊരു സാധാരണ അപകടമാണെന്ന് പോലീസ് കരുതിയെങ്കിലും ഡ്രൈവർ പറഞ്ഞ വിവരങ്ങൾ കേട്ടപ്പോൾ ഇതിന് പിന്നിൽ പല രഹസ്യങ്ങൾ ഉണ്ടാകാമെന്നൊരു സംശയം പോലീസിന് തോന്നി. ചോദ്യം ഇതാണ്: ICUയിൽ ഉണ്ടായിരുന്ന അബ്ദുൾ റഹ്മാൻ പോലീസിനോട് പറഞ്ഞത് എന്താണ്? ശരിക്കും ഇതൊരു അപകടം ആയിരുന്നോ? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് ഈ കേസ് നമ്മളിൽ ഉണർത്തുന്നത്. അനവധി ആശയക്കുഴപ്പങ്ങളും അപ്രതീക്ഷിത വഴിത്തിരിവുകളുമുള്ള ഒരു ട്രൂ ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നൊക്കെ തോന്നിപ്പോകും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ കേസ് യഥാർത്ഥത്തിൽ നടന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആ കാറിനുള്ളിൽ 2 മോഡലുകൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? ഇത് വെറും ഒരു അപകടം ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ നൽകുക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിക്കും. ഇപ്പോൾ ബോധം വീണ്ടെടുത്ത ഡ്രൈവറായ അബ്ദുൾ റഹ്മാൻ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സർ, ഒക്ടോബർ മാസം 31-ന് കൊച്ചിയിലെ നമ്പർ 18 എന്ന ഹോട്ടലിൽ ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ പേരാണ് നമ്പർ 18. അത് വളരെ പ്രശസ്തമായൊരു ഹോട്ടലാണ്. ആ പാർട്ടിക്കായി ഞങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ ഈ 2 സ്ത്രീകളെയും മുഹമ്മദ് ആഷിഖിനെയുമാണ് കൊണ്ടുപോയത്. ഒക്ടോബർ 31-ലെ പാർട്ടി കഴിഞ്ഞ ശേഷം അർദ്ധരാത്രി 12 മണിയോടെ ഞങ്ങൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പുറപ്പെട്ടു. നാഷണൽ ഹൈവേ 66-ലൂടെ ആയിരുന്നു യാത്ര. രാത്രി ഏകദേശം 1:30. റോഡിൽ മറ്റു വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. ആ സമയത്ത് പിന്നിൽ നിന്നും ഒരു കാർ തുടർച്ചയായി ഹോൺ അടിച്ചുകൊണ്ടേ വന്നു. ഞാൻ വഴി മാറിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ അതീവ ദേഷ്യത്തിൽ എന്നെ മറികടന്ന് മുന്നോട്ട് പോയി. പോയാൽ പോട്ടെ എന്ന് ഞാനും കരുതി.
പക്ഷേ അയാൾ എൻ്റെ കാറിന് മുന്നിൽ വന്ന് വളരെ പതിയെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ മറ്റു വഴികളൊന്നുമില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് കയറി. അതിനുശേഷം അവൻ കുറച്ചു ദൂരം എന്നെ പിന്തുടർന്നു. കാർ ഇടിക്കാൻ വരുന്ന തരത്തിലൊക്കെ എന്നെ പിന്തുടർന്നു. വീണ്ടും വളരെ വേഗത്തിൽ വന്ന് ഓവർടേക്ക് ചെയ്തു. കാറിനുള്ളിൽ 2 പെൺകുട്ടികളുള്ളതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന്. അതുകൊണ്ട് ഞാൻ അയാളുടെ പിന്നിലൂടെ തന്നെ വാഹനം ഓടിച്ചുകൊണ്ടേ വന്നു. പെട്ടെന്ന് അയാൾ റോഡ് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ചെയ്താലോ? അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇവനെ എങ്ങനെയെങ്കിലും മറികടന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന്. അങ്ങനെ അയാളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി എതിർദിശയിൽ നിന്നും ഒരു ബൈക്ക് വന്നു. ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ തെറിച്ചു വീണു. അതിനുശേഷം എനിക്ക് എൻ്റെ വാഹനം നിയന്ത്രിക്കാനായില്ല. അടുത്തുള്ള ഒരു മരത്തിൽ കാർ ഇടിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് ഡ്രൈവർ പറഞ്ഞു. ഡ്രൈവർ മദ്യപിച്ച നിലയിലായിരുന്നു, അതിൽ യാതൊരു സംശയവും ഇല്ല. അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. പക്ഷെ ഡ്രൈവറുടെ വാദം ഇതാണ്, മദ്യപിച്ചിരുന്നെങ്കിലും ഞാൻ സാധാരണ രീതിയിലായിരുന്നു വണ്ടി ഓടിച്ചത്. അയാളുടെ വാദപ്രകാരം ഈ അപകടത്തിന് കാരണം തന്നെ പിന്തുടർന്ന് റോഡ് തടഞ്ഞ മറ്റൊരു വാഹനമാണ്. അപ്പോൾ അവിടെ വരുന്നൊരു ചോദ്യം ഇതാണ്, ആ കാർ ആരുടേത്? ആ കാറിൻ്റെ ഉടമയെ കണ്ടെത്തിയാൽ ഇത് വെറും ഒരു അപകടം ആണോ അതോ കൊലപാതകമാണോ എന്ന് വ്യക്തമാക്കാൻ കഴിയും. അതൊരു നാഷണൽ ഹൈവേ ആയതിനാൽ പല ടോൾ ബൂത്തുകളും CCTV ക്യാമറകളും ഉണ്ടാകാം. അതിൻ്റെ ഒരു സഹായത്തോടു കൂടി പോലീസ് അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് പോലീസിന് ഒരു കാര്യം വ്യക്തമായത്. രാത്രി ഏകദേശം ഒരു 1:30 ഒരു വ്യക്തി വിളിച്ചാണ് ഈ അപകട വിവരം അറിയിച്ചത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ എത്തിയത്. പക്ഷെ പോലീസ് എത്തിയപ്പോൾ വിളിച്ച വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോദ്യം വീണ്ടും ഉയരുന്നു, ആ വിളിച്ച വ്യക്തി ആരാണ്? ആ രഹസ്യമായ കോൾ ആരുടേതാണ്? അപകടത്തിന് ശേഷം അയാൾ എവിടേക്കാണ് പോയത്? അയാൾ നല്ല മനസ്സോടെ വിളിച്ചതാണെങ്കിൽ പോലീസ് എത്തുന്നത് വരെയും അവിടെ തന്നെ നിൽക്കണമായിരുന്നു. പരിക്കേറ്റവരെ സഹായിക്കാമായിരുന്നു, ആംബുലൻസിന് വിളിക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ എന്തുകൊണ്ട് അപ്രത്യക്ഷനായി? പരിക്കേറ്റവരെ എന്തുകൊണ്ട് സഹായിച്ചില്ല? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയാൽ ഈ കേസിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു വരും. ഈ വിവരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ പോലീസ് അപകട സ്ഥലത്തിന് സമീപമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചു. ദേശീയപാതയിലായതിനാൽ അടുത്ത് വീടുകളും കടകളും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോന്നായി പരിശോധിച്ചപ്പോൾ ഒരു CCTV ക്യാമറ അപകടം നടന്ന സ്ഥലത്ത് നേരിട്ട് ഫോക്കസ് ചെയ്യുന്നതായിരുന്നു. ഉടൻ തന്നെ ആ ക്യാമറയുടെ മുഴുവൻ ദൃശ്യങ്ങളും വിശദമായി പരിശോധിച്ചു. അവസാനം അപകടം നടന്ന ആ ഒരു നിമിഷം പോലീസ് CCTV ദൃശ്യങ്ങളിലൂടെ നേരിട്ട് കാണാൻ സാധിച്ചു. അവിടെ നിന്നാണ് ഈ ഡ്രൈവറായ അബ്ദുൾ റഹ്മാൻ പറഞ്ഞ ആ ഒരു തിയറിയുടെ യഥാർത്ഥ സത്യം പുറത്തു വരാൻ തുടങ്ങിയത്. ഡ്രൈവർ പറഞ്ഞത്, ഞാൻ കാർ ഓടിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരാൾ എന്നെ ഇടിക്കാൻ പോകുന്നത് പോലെ വന്നു, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ടും പിന്നോട്ടും നീങ്ങിയത് എന്ന്. അയാളെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചത് എന്ന്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞത് 100% ശരിയാണെന്ന് തെളിഞ്ഞു. കാറ് ശരിയായ രീതിയിൽ വരുന്നുണ്ട്. മുന്നിലൂടെ ഒരു ഓടി കാർ വഴിയൊരുക്കാതെ പോകുന്നതുമെല്ലാം ക്യാമറയിൽ വ്യക്തമായിരുന്നു. ആ കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എതിർദിശയിൽ നിന്നും ഒരു ബൈക്ക് യാത്രക്കാരൻ വരുന്നതും 2 പേരും കൂട്ടിമുട്ടി ഇടിച്ച് തെറിപ്പിക്കുന്നതും എല്ലാം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. അതിനുശേഷം കാർ നേരെ ചെന്ന് ഒരു മരത്തിൽ ഇടിക്കുന്നുണ്ട്. ഇതിനുശേഷം സംഭവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ വഴി തടഞ്ഞ ആ ഓടി കാർ ഒരല്പസമയം കഴിഞ്ഞ് വീണ്ടും അപകടം നടന്ന സ്ഥലത്തേക്ക് മടങ്ങി വരുന്നുണ്ട്. എന്നിട്ടൊരു വ്യക്തി കാറിൽ നിന്നും ഇറങ്ങി. അവൻ അപകട സ്ഥലം അടുത്ത് നിന്ന് നോക്കുന്നു. 2 ഫോൺ കോളുകൾ ചെയ്യുന്നു. അതിനുശേഷം അയാൾ അവിടെ നിന്നും പോകുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അവരെ വഴി തടഞ്ഞ ആ ഓടിക്കാറിലുണ്ടായിരുന്ന വ്യക്തി പോലീസിനെ വിളിച്ച് അപകട വിവരം അറിയിച്ചത് CCTV ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. മാത്രവുമല്ല മറ്റൊരു ആംഗിളിലൂടെ ഈ വിളിച്ച വ്യക്തിയുടെ മുഖം വ്യക്തമായി ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. അയാളെ തിരിച്ചറിയുന്നത് പോലീസിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല. അയാളുടെ പേര് ഷൈജു എന്നാണ്. ഈ ഷൈജു ആരാണ്? കൊച്ചിയിലെ ഹോട്ടൽ നമ്പർ 18 ഇവിടെ DJ ആയി ജോലി ചെയ്യുന്നയാളാണ് ഷൈജു. ഈ സംഘം പാർട്ടിക്ക് പോയതും ഇതേ ഹോട്ടലിലാണ്. ഹോട്ടൽ നമ്പർ 18ന്റെ ഉടമ റോയ് എന്ന വ്യക്തിയാണ്. ഈ ഷൈജു റോയുടെ വലത് കൈ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. എപ്പോഴും അയാളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇതോടെ പോലീസിന് വ്യക്തമായി ഇയാളെ ചോദ്യം ചെയ്താൽ യഥാർത്ഥ സത്യം പുറത്തു വരും. അങ്ങനെ പോലീസ് ഷൈജുവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോഴവൻ പറഞ്ഞത്, സർ, ഞാൻ അവരെ വഴി തടഞ്ഞിട്ടില്ല, അവരുടെ പിന്നിലൂടെ വന്നു, അത് അവരെ സഹായിക്കാനാണ്. അവർ അപകടകരമായ ഒരു അവസ്ഥയിലായിരുന്നു. ഇത് കേട്ടപ്പോൾ പോലീസ് ചോദിച്ചു, അതെന്ത് അപകടമാണ് എന്ന്. അതിനവൻ പറഞ്ഞത്,
സർ, ഈ ഹോട്ടൽ നമ്പർ 18 മദ്യ ലൈസൻസ് നേരത്തെ റദ്ദാക്കിയതാണ്. അതായത് അവിടെ പാർട്ടികളിൽ മദ്യം നൽകാൻ പാടില്ല. എന്നിട്ടും ഒക്ടോബർ 31 രാത്രി ഒരു DJ പാർട്ടി നടത്തി മദ്യം നൽകിയിരുന്നു. ആ പാർട്ടിയിൽ ഈ 2 പുരുഷന്മാരും 2 സ്ത്രീകളും നന്നായി മദ്യപിച്ചുമിരുന്നു. അങ്ങനെ കാറിൽ കയറി. രാത്രി 12 മണിയോടെ പാർക്കിംഗ് ലോട്ടിൽ നിന്നും അവർ കാർ എടുത്തു പോയി. അതൊരു ഫൈറ്റർ ജെറ്റ് പോലെയായിരുന്നു, വളരെ വേഗത്തിൽ. ഇത്രയും മദ്യപിച്ചിട്ടും ഇത്ര വേഗത്തിൽ ഓടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയം തോന്നി. ഇങ്ങനെ പോയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ പിന്നിലൂടെ പോയി അവരെ സഹായിക്കാൻ ചെന്നു എന്നാണ് പറഞ്ഞത്. പോലീസ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ അവരെ സഹായിക്കാൻ പോയി എന്ന് പറയുന്നു, പക്ഷെ അവർ മദ്യം കഴിച്ചത് ഏത് ഹോട്ടലിൽ നിന്നാണ്? ലൈസൻസ് റദ്ദാക്കിയ ഹോട്ടലിൽ നിന്ന് തന്നെയല്ലേ? അപ്പോൾ അവിടെ ഒരു സ്വാർത്ഥ താല്പര്യം വ്യക്തമായി കാണുന്നത് പോലീസ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഷൈജു പറഞ്ഞ കഥ അല്പം ബാലിശമായി പോലീസിന് തോന്നി. പോലീസ് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ ഹോട്ടലിൽ നിരവധി സെലിബ്രിറ്റീസ് വരാറില്ലേ? എല്ലാവരും മദ്യം കഴിക്കാറില്ലേ? എല്ലാവരുടെയും പിന്നിലൂടെ നിങ്ങളിങ്ങനെ പോകാറുണ്ടോ? സ്ലോ ആയി ഓടിക്കൂ, അപകടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നിലൂടെ നിങ്ങളിങ്ങനെ പോകുമോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ടപ്പോൾ ഷൈജുവിന് ഉത്തരമില്ലായിരുന്നു. ഇപ്പോൾ പോലീസിന് സംശയം വീണ്ടും ശക്തമായി. ഹോട്ടൽ ഉടമയുടെ വലത് കൈയായ ഒരാൾ ഇത്രയും ദൂരം ഒരു കാറിന്റെ പിന്നിലൂടെ പോയത് വെറുതെ ആയിരിക്കില്ല. പോലീസ് വീണ്ടും ചോദിച്ചു, അപകടം സംഭവിച്ചുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് എത്തുന്നത് വരെയും നിങ്ങൾ അവിടെ നിന്നില്ല? ഇതിനവൻ പറഞ്ഞത്, ഞാൻ അവരുടെ കാറിന് മുന്നിലൂടെ കുറേ ദൂരം പോയിരുന്നു. പിന്നീട് മിററിലൂടെ നോക്കിയപ്പോൾ പുറകിൽ വന്ന ഇവരുടെ കാർ കാണാനില്ല. ഇപ്പോൾ പേടിച്ച് തിരികെ വന്നു. ആ സമയത്താണ് അപകടം സംഭവിച്ചത് കണ്ടത്. അപകടം സംഭവിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ശേഷമാണ് ഞാൻ പോലീസിനെ വിളിച്ചത്. എനിക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് കരുതി ഞാൻ അവിടെ നിന്നും പോയി എന്നും അയാൾ പറഞ്ഞു. പക്ഷെ പോലീസിന്റെ വിശദീകരണം ഒന്നും വിശ്വസിക്കാനായില്ല. അതിനാൽ പോലീസ് ഷൈജുവിൻ്റെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു. അപകടം 1:30 സംഭവിച്ചത്. ആ സമയത്ത് അവൻ ആരൊക്കെ വിളിച്ചു? അപകടത്തിന് ശേഷം അവൻ ആദ്യം വിളിച്ചത് പോലീസിനെ അല്ല, ഹോട്ടൽ ഉടമയായ റോയി ആയിരുന്നു. രണ്ടാമത്തെ കോളായിരുന്നു പോലീസിലേക്ക്. ഇത് പോലീസിന് വീണ്ടും സംശയം ഉണ്ടാക്കി. സഹായിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആദ്യം പോലീസിനെയാണ് വിളിക്കേണ്ടത്. ഇതോടെ ഈ അപകടത്തിനും ഷൈജുവിനും ഹോട്ടൽ ഉടമ റോയ്ക്കും എന്തോ ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. അടുത്ത ഈ റോയെക്കുറിച്ച് അന്വേഷിക്കണം. പോലീസ് കണ്ടെത്തിയത് അവൻ്റെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. പാർട്ടികളിൽ പങ്കെടുക്കാൻ വരുന്ന മോഡലുകളെയും സിനിമാ നടികളോടും മോശമായി പെരുമാറിയതിന് പല കേസുകൾ അയാളുടെ പേരിലുണ്ട്. കൂടാതെ കുട്ടികളോടുള്ള മോശമായ പെരുമാറ്റത്തിൻ്റെ പേരിലും പോക്സോ കേസ് ഇവൻ്റെ പേരിലുണ്ട്. മൊത്തത്തിൽ ഇവനൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അതിനാലാണ് ഹോട്ടൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ടത്. ലൈസൻസ് ഇല്ലാതിരുന്നിട്ടും അവിടെ മദ്യം നൽകിയെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ കുറ്റം മറച്ചു വെക്കാനായിരിക്കും ഹോട്ടലിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ആ കാറിന് പിന്നാലെ വന്നത്. അപ്പോൾ അപകടത്തിന് മുൻപ് ആ ഹോട്ടലിൽ മറ്റെന്തോ ഗുരുതരമായി സംഭവം നടന്നിട്ടുണ്ടാകാം എന്ന സംശയം പോലീസിനുണ്ടായി. അത് വ്യക്തമാക്കാൻ പോലീസ് ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. പക്ഷേ വീണ്ടും അവിടെ ഒരു ഞെട്ടലായിരുന്നു പോലീസിനുണ്ടായത്. ഒക്ടോബർ 31 രാത്രി 7:30 മുതൽ നവംബർ 1 പുലർച്ചെ 1:30 വരെ ഉണ്ടായിരുന്ന എല്ലാ CCTV ദൃശ്യങ്ങളും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് യാദൃശ്ചികമായല്ല, ഉദ്ദേശപൂർവ്വം ഡിലീറ്റ് ചെയ്തതാണ്. പോലീസ് ചോദിച്ചപ്പോൾ ഹോട്ടൽ ഉടമ പറഞ്ഞത്, സർ, ഇവിടെ മദ്യം നൽകുന്നുണ്ട്, അത് പ്രശ്നമാകും എന്നതിനാലാണ് പാർട്ടി നടന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ ഡിലീറ്റ് ചെയ്തത് എന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത്. പക്ഷെ പോലീസിന് വ്യക്തമായി മനസ്സിലായി അത് കള്ളമാണ്. ആ ദൃശ്യങ്ങൾ മദ്യം നൽകിയത് കൊണ്ട് മാത്രമല്ല ഡിലീറ്റ് ചെയ്തത്. ആ സമയത്ത് അപകടത്തിൽ മരിച്ച 2 യുവതികൾക്ക് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് പോലീസിന്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് തന്നെ പോലീസ് റോയെ ശക്തമായൊരു മുന്നറിയിപ്പ് നൽകി. ഡിലീറ്റ് ചെയ്ത എല്ലാ ദൃശ്യങ്ങളും തിരികെ നൽകണം എന്ന്. അവൻ ഒരു 2 ദിവസത്തെ സമയം ചോദിച്ചു. എല്ലാം റിക്കവർ ചെയ്ത് തരാമെന്നും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവൻ ചില ദൃശ്യങ്ങൾ കൊണ്ടുവന്നു. പരിശോധിച്ചപ്പോൾ അതേ അവസ്ഥ. ഒക്ടോബർ 31 രാത്രി മുതൽ നവംബർ 1 പുലർച്ചെ വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും പൂർണ്ണമായി മിസ്സിംഗ് ആണ്. അന്ന് രാത്രി ആ 2 സ്ത്രീകൾ ഹോട്ടലിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ദൃശ്യം പോലും അവൈലബിൾ അല്ല. പോലീസിന് ഇത് വലിയ ദേഷ്യത്തിന് കാരണമായി. നീ ശരിയായ ദൃശ്യങ്ങളാണോ നൽകുന്നത്, അല്ലെങ്കിൽ നിനക്കെതിരെ മർഡർ കേസ് രജിസ്റ്റർ ചെയ്യണോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഹോട്ടൽ ഉടമ സത്യം സമ്മതിച്ചു. സർ, ഞാൻ തന്നെയാണ് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തത്. ഡിലീറ്റ് ചെയ്തതല്ല, പൂർണ്ണമായും നശിപ്പിച്ചു. മെമ്മറി കാർഡ് ഞാൻ അടുത്തുള്ളൊരു വലിയ കുളത്തിലേക്കും എറിഞ്ഞു. ആ കുളം എവിടെയാണെന്ന് ചോദിച്ചു. സ്ഥലവും അവൻ പറഞ്ഞു കൊടുത്തു. ആ മെമ്മറി കാർഡിലെ ഡാറ്റ ഒരിക്കലും ആരും വീണ്ടെടുക്കാൻ പാടില്ല എന്ന് ഉറപ്പാക്കാനാണ് അവൻ ആ മെമ്മറി കാർഡ് കുളത്തിലേക്ക് എറിഞ്ഞത്. ഉടനെ തന്നെ പോലീസ് ഡൈവറെ കൊണ്ടുവന്നു. ആ കുളത്തിൽ തിരച്ചിൽ നടത്തി.
പക്ഷെ അത്ര വലിയ കുളത്തിൽ ഒരു ചെറിയ മെമ്മറി കാർഡിനെ കണ്ടെത്തുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ഊഹിക്കാം. വളരെ ശ്രമിച്ചിട്ടും ആ മെമ്മറി കാർഡ് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ അന്നത്തെ ദിവസം രാത്രി ആ ഹോട്ടൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്നുള്ളത് ആർക്കും ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തൊരു രഹസ്യമായി തന്നെ മാറി. പക്ഷെ ആ കാറിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട ആ ഡ്രൈവർ അബ്ദുൾ റഹ്മാൻ അയാളെ വീണ്ടും ചോദ്യം ചെയ്തു. അവൻ പറഞ്ഞത്, സർ, ഞാൻ പാർട്ടിക്കുള്ളിലേക്ക് പോയിട്ടില്ല, പുറത്തു നിന്നാണ് കുറച്ച് മദ്യം കഴിച്ചത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഡ്രൈവർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല. ഇപ്പോൾ മരിച്ച അൻസിയുടെയും അഞ്ജനയുടെയും കുടുംബം ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ മക്കൾ അങ്ങനെ എളുപ്പത്തിൽ മദ്യപിക്കുന്നവരല്ല, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലം അവർക്ക് ഇല്ല, അവരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് എല്ലാവരും വാദിച്ചു. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റൊരു സത്യമാണ് പറഞ്ഞത്. ആ രാത്രി ഇരുവരും മദ്യപിച്ചിരുന്നു എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി. പക്ഷേ ഡ്രഗ്സിന്റെ ഒരു അംശം പോലും ശരീരത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഇതിന് പോലീസിന്റെ നിലപാട് ഇതാണ്, അവർ പാർട്ടിക്ക് പോയി മദ്യം കഴിച്ചിട്ടുണ്ട്, അത് മെഡിക്കൽ റിപ്പോർട്ടും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ കുടുംബം അത് വിശ്വസിക്കുന്നില്ല. റോയ്ക്ക് ഇതിലെന്തോ പങ്കുണ്ട്, ഇതൊരു അപകടമല്ല എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം പോലീസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ പോലീസിന് ഒരു ആക്ഷൻ എടുക്കാൻ ഈ ഹോട്ടൽ ഉടമയ്ക്ക് നേരെ സോളിഡ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല. ലൈസൻസ് ഇല്ലാതെ മദ്യം നൽകി, CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു, ഈ ഷൈജുവിനെ പരോക്ഷമായി അപകടത്തിന് കാരണമാക്കി. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റോയെ അറസ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ഹോട്ടലിലെ ചില ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. 2022 എല്ലാവർക്കും എതിരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. കേസ് ഇപ്പോഴും കോടതിയിലാണ്. പക്ഷേ ഇന്നും ഒന്നും തെളിയിക്കാനായിട്ടില്ല. ഇതൊരു കൊലപാതകമാണോ, അപകടമാണോ, ഹോട്ടൽ ഉടമയ്ക്കും ഇതിനും എന്തെങ്കിലും പങ്കുണ്ടോ, ഒന്നിനും തെളിവില്ല. ഇതാണ് ഈ കേസിൻ്റെ അവസാനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നമ്മെ നിരാശപ്പെടുത്തുന്നുണ്ട്. നിരവധി സംശയങ്ങളും ബാക്കിയാകുന്നുണ്ട്. പുറമേ ഒരു അപകടമായി തോന്നുന്ന ഈ മരണങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ രഹസ്യം ഉണ്ടെന്ന ഒരു തോന്നൽ നമ്മളെ വിട്ട് പോകുന്നില്ല. ഇനി എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇത് നേരിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് പറയാൻ കഴിയുന്നില്ല. കാർ ഇടിച്ചു കൊലപ്പെടുത്തി അല്ലെങ്കിൽ ആസൂത്രിതമായ അപകടം സൃഷ്ടിച്ചു എന്ന് പറയാനും തെളിവില്ല. കാരണം അപകടം നടന്ന ആ നിമിഷം അത് CCTVയിൽ വ്യക്തമായി റെക്കോർഡായിട്ടുണ്ട്. കാറിനെ ഓവർടേക്ക് ചെയ്യുന്നു, എതിർദിശയിൽ നിന്ന് ബൈക്ക് വരുന്നു, ഇടിക്കുന്നു, മരത്തിലിടിക്കുന്നു, എല്ലാം വ്യക്തമാണ്. പക്ഷേ ഈ ഒരു അപകടം സ്വാഭാവികമല്ല, സൃഷ്ടിച്ചതാണ്. ആരാണ് സൃഷ്ടിച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ ഷൈജു തൻ്റെ BMW കാറിൽ അവരെ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് അപകടത്തിലേക്ക് നയിച്ചത്. അവൻ മാത്രമാണോ കുറ്റക്കാരൻ എന്ന് ചോദിച്ചാൽ ഇല്ല. ഡ്രൈവറും അതീവമായി മദ്യപിച്ചിരുന്നു, അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇതൊരു രണ്ടുപേരുമുള്ള ഒരു സംയുക്ത പിഴവാണ്. പക്ഷെ അവിടെയും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. രാത്രി 1:30 പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ആ കാറിനെ എന്തിനാണ് ഷൈജു പിന്തുടർന്ന് ശല്യം ചെയ്തത്? ആ കാർ പിന്നിലൂടെ വന്നില്ലായിരുന്നെങ്കിൽ, ഡ്രൈവർ മദ്യപിച്ചിരുന്നെങ്കിൽ പോലും നിയന്ത്രണത്തോടുകൂടി വണ്ടി ഓടിച്ചു പോകുമായിരുന്നു, അവർ സുരക്ഷിതമായി വീട്ടിലെത്തുമായിരുന്നു. അടുത്ത് ഈ ഹോട്ടലിൻ്റെ കാര്യം, എന്തിനാണ് CCTV ദൃശ്യങ്ങൾ ഇത്ര പെട്ടെന്ന് അവർ ഡിലീറ്റ് ചെയ്തത്? മെമ്മറി കാർഡ് പോലും നശിപ്പിച്ചു. ഇത് മദ്യം നൽകിയത് കൊണ്ട് മാത്രമാകാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഹോട്ടൽ ആരും അറിയാതെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷൈജു ആ സ്ത്രീകളെ പിന്തുടർന്നത്. ഇത് തന്നെയാണ് ഈ ഒരു കേസിലെ ഏറ്റവും വലിയ രഹസ്യം. ഒരു പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയായിരിക്കാം. ഈ റോയ് എന്ന വ്യക്തി ഹോട്ടൽ പാർട്ടിക്ക് വരുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് ഒരു പുത്തരിയൊന്നും അല്ല, അതൊരു പാറ്റേണായി തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 യുവതികൾ, മോഡലുകൾ, സുന്ദരികൾ, അവർ ആ പാർട്ടിയിലെത്തി, മദ്യപിച്ചിട്ടുണ്ടാകാം. ആ സാഹചര്യം ഹോട്ടൽ ഉടമ അനുകൂലമാക്കി മാറ്റി. അവരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അതെല്ലാം CCTVയിൽ റെക്കോർഡായിട്ടുമുണ്ട്. അവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം മാറുന്നത്. ഈ 2 സ്ത്രീകൾ വല്ലാത്ത ദേഷ്യത്തോടു കൂടി ഹോട്ടൽ വിട്ട് പോയിട്ടുണ്ടാകാം. ഇത് കണ്ടപ്പോൾ റോയ്ക്ക് വലിയ ഭയം തോന്നി. ഇവരിങ്ങനെ ദേഷ്യത്തിൽ പോയാൽ പോലീസിൽ പരാതി നൽകും, മദ്യം നൽകിയ കാര്യം പറയും, നമ്മൾ നടത്തിയ മോശം പെരുമാറ്റം പുറത്തു വരും. ഇത് തടയാനായിരിക്കും അയാൾ തൻ്റെ വലത് കൈയായ ഷൈജുവിനെ അവരുടെ പിന്നാലെ അയച്ചത്. പോലീസിലേക്ക് പോകാതിരിക്കാൻ അവരെ ശാന്തരാക്കി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ, അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ. ഇതൊരു തിയറി മാത്രമാണ്, ഇത് പൂർണ്ണമായും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോയ് അവരെ ഹോട്ടൽ വെച്ച് തന്നെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അത് കൈവിട്ടു പോയപ്പോഴാണ് ഈ ഷൈജുവിനെ പുറകിലേക്ക് അയച്ചത്. അതും കൈവിട്ടു പോയപ്പോഴാണ് ഈ അപകടം. അപ്പോൾ ഇതൊരു നേരിട്ടുള്ള കൊലപാതകമല്ല, പക്ഷേ ഇൻഡയറക്റ്റ് മർഡർ ആണ്. ഈ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണമായി ഹോട്ടൽ ഉടമ റോയും അവൻ്റെ വലത് കൈ ഷൈജു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഇല്ലാതായതിനാൽ അന്നത്തെ ദിവസം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. ഇത് വളരെ അസാധാരണമായൊരു കേസ് തന്നെയാണ്. പുറമേ ഒരു അപകടം പോലെ തോന്നുന്ന ഈ ഒരു സംഭവം ഉള്ളിൽ വളരെ ഇരുണ്ട രഹസ്യം ഒളിപ്പിച്ചിരിക്കുകയാണ്.
ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിൽ പങ്കാളിയായിരുന്ന എല്ലാവർക്കും ശിക്ഷ ലഭിച്ചേനെ. പക്ഷേ എങ്കിലും ഈ ഒരു കേസിലൂടെ നമുക്ക് ഒരുപാട് കാര്യം ഇനിയും പറയാനുണ്ട്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യം, മദ്യം ജീവിതം നശിപ്പിക്കുമെന്ന്. അതിലും ഭീകരമാണ് മദ്യവും ഡ്രൈവിങ്ങും ചേരുമ്പോൾ. മദ്യപിക്കുന്നത് തന്നെ അപകടകരമാണ്. അതിനു മുകളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മരണത്തെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. ഇന്നത്തെ യുവാക്കളിൽ ഇതൊക്കെ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. പാർട്ടി, സുഹൃത്തുക്കളോടൊപ്പം ചെറിയൊരു മദ്യം കുടിക്കുക, പോലീസൊന്നും ഉണ്ടാവുകയില്ല, 2 റൗണ്ട് വണ്ടി ഓടിക്കാം, നമ്മൾ ആര് തടയാനാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത. പക്ഷേ മദ്യം കഴിച്ചാൽ നിങ്ങൾക്ക് ആ നിയന്ത്രണം പൂർണ്ണമായി ഉണ്ടാവുകയില്ല. എത്ര കുടിച്ചാലും ഞാൻ പെർഫെക്റ്റായി ഓടിക്കും എന്ന് പറയുന്നവരായിരിക്കും കൂടുതലും. അത് പൂർണ്ണമായും മിഥ്യയാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അപകട സാധ്യത 100% ആണ്. അപകടം സംഭവിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് മാത്രം അല്ല, എതിർദിശയിൽ വരുന്ന നിരപരാധികൾക്കും അത് ലഭിക്കും. രക്തസമ്മർദ്ദം, സർജറി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം ജീവൻ രക്ഷയ്ക്ക് വലിയ തടസ്സമായി മാറും. ഒരു ചെറിയ തെറ്റ്, ഒരു സെക്കൻഡിലുണ്ടായ ഒരു ചെറിയ തെറ്റ്, അത് പല കുടുംബങ്ങളുടെ ജീവിതം തകർക്കും. പത്രങ്ങളിലൊക്കെ എത്ര വാർത്ത കാണാറുണ്ട്. ഒരു കുടുംബം സന്തോഷത്തോടെ യാത്ര പോയി, ഒറ്റ അപകടം മുഴുവൻ കുടുംബത്തെയും തുടച്ചു നീക്കി. ഇത് ഒഴിവാക്കാനാകാത്ത വിധിയല്ല, സ്വയം വിളിച്ചു വരുത്തുന്ന വിധിയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുക, മദ്യപിച്ച് ഒരിക്കലും വാഹനം ഓടിക്കരുത്. പാർട്ടിക്ക് പോകുമ്പോൾ ഡ്രൈവറെ ഏർപ്പാടാക്കുക. ബൈക്കാണെങ്കിൽ മദ്യപിക്കാത്ത ഒരാൾ മാത്രം ബൈക്ക് ഓടിക്കുക. പോലീസിനെ വെട്ടിക്കാൻ ചിന്തിക്കരുത്. പോലീസ് നമുക്കൊരിക്കലും ശത്രുക്കളല്ല, അവർ നമ്മുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നമുക്കൊരു വലിയ പാഠമാകട്ടെ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ആ ഹോട്ടൽ ഡിലീറ്റായ CCTV ദൃശ്യങ്ങളിൽ വലിയൊരു രഹസ്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇനിയും ഇത്തരത്തിലുള്ള കേസുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി മറക്കാതെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.